പഴയങ്ങാടി ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് അടച്ചിട്ടത് കരാറുകാരന്റെ അനാസ്ഥ എന്ന് എം വിജിൻ MLA. ഒരാഴ്ചയ്ക്കകം ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് തുറന്ന് പ്രവർത്തിക്കണമെന്ന് DTPCക്കും കരാറുകാരനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അല്ലാത്തപക്ഷം നിലവിലെ കരാർ റദ്ദ് ചെയ്ത് പുതിയ ടെൻഡർ നടപടിയിലേക്ക് കടക്കുന്നതിന് ടൂറിസം വകുപ്പിനോട് ആവശ്യപ്പെട്ടതായും എം വിജിൻ MLA പറഞ്ഞു. പഴയങ്ങാടി പുഴയിൽ പ്രവർത്തിക്കുന്ന ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് അടച്ചിടാൻ കാരണം കരാറുകാരന്റെ അനാസ്ഥയാണെന്ന് എം വിജിൻ MLA പറഞ്ഞു. ടൂറിസം വികസനത്തിന്റെ ഭാഗമായിട്ടാണ് പദ്ധതി പഴയങ്ങാടി പുഴയിൽ ആരംഭിച്ചത്. പദ്ധതിയുടെ പ്രവൃത്തി പൂർത്തീകരിക്കുകയും നടത്തിപ്പിനായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ മുഖേന ടെൻഡർ വിളിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കരാറുകാരന് നടത്തിപ്പിനായി വിട്ടു നൽകുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം കരാറുകാരൻ അറ്റകുറ്റപ്രവൃത്തി നടത്താനുണ്ടെന്ന് പറഞ്ഞ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് അടച്ചുപൂട്ടുകയായിരുന്നു. കരാർ വ്യവസ്ഥ പ്രകാരം ചെറിയ മെയിൻ്റനൻസ് പ്രവൃത്തികൾ പദ്ധതി ഏറ്റെടുത്ത കരാറുകാരനാണ് നടത്തേണ്ടത്. ടൂറിസം വകുപ്പിന്റെയോ DTPCയുടെയോ അനുമതി തേടാതെയാണ് അടച്ചുപൂട്ടിയത്. ഇതടച്ചുപൂട്ടിയതോടെ നിത്യേന ഇവിടെ എത്തുന്നവർക്ക് ഏറെ പ്രയാസമാണ് ഉണ്ടാക്കിയത്. പ്രസ്തുത സ്ഥലം MLA പരിശോധിക്കുകയുണ്ടായി. ഇതിൽ നടത്തിപ്പുകാരുടെ ഭാഗത്ത് തികഞ്ഞ അനാസ്ഥയാണ് ഉണ്ടായിട്ടുള്ളതെന്നും ഇത് DTPCയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ചക്കകം ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് തുറന്നു പ്രവർത്തിക്കണമെന്ന് DTPCക്കും കരാറുകാരനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അല്ലാത്തപക്ഷം നിലവിലെ കരാർ റദ്ദ് ചെയ്ത് പുതിയ ടെൻഡർ നടപടിയിലേക്ക് കടക്കുന്നതിന് ടൂറിസം വകുപ്പിനോട് ആവശ്യപ്പെട്ടതായും എം വിജിൻ MLA പറഞ്ഞു. കൃത്യമായി 5 കൊല്ലം നടത്തി കൊണ്ടുപോകേണ്ടതാണ്. അവരുടെ അടുത്ത് വന്ന വീഴ്ചയാണ്. ഇവർ DTPCയുടെ അനുമതി വാങ്ങിക്കണമെന്ന നിയമം നിൽക്കെ അനുമതി പോലും വാങ്ങിക്കാതെയാണ് ഇത് അടച്ചുപൂട്ടിയത്. തകരാറാണെന്ന് പറഞ്ഞ് പരിശോധിച്ചപ്പോൾ മൈനറായിട്ടുള്ള തകരാറുകൾ മാത്രമേ ഉള്ളൂ. അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം ഈ കരാറുകാർക്ക് തന്നെയാണ്. പക്ഷേ അത്തരത്തിൽ കൂട്ടിയിട്ട് പണിയെടുക്കേണ്ട തകരാറുകൾ കാണുന്നില്ല. ഇനി അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ MLAയുടെ ശ്രദ്ധയിൽ അവർക്ക് പെടുത്താമായിരുന്നു. പക്ഷേ അത് പെടുത്തിയില്ല. ഇവർ സബ് കരാർ കൊടുത്തതാണ്. കരാറെടുത്ത് സബ് കൊടുത്തു. സബ് എടുത്ത കരാറുകാരൻ അവസാനിപ്പിച്ചു. അതുകൊണ്ടാണ് ഇത് പൂട്ടിയത്. ഇത് ഗൗരവമായി തന്നെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ DDയെ തന്നെ ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ ഓപ്പൺ ചെയ്തില്ലെങ്കിൽ കരാറുകാരെ ടെർമിനേറ്റ് ചെയ്ത് നടപടി സ്വീകരിക്കും. തുടർന്ന് റീടെൻഡർ നൽകിക്കൊണ്ട് പുതിയ കരാറുകാരെ എടുക്കുന്നതിനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. ഒരാഴ്ചക്കുള്ളിൽ ഇത് തുറന്ന് പ്രവർത്തിക്കാനുള്ള കർശന നിർദ്ദേശമാണ് ഇപ്പോൾ കരാറുകാർക്ക് കൊടുത്തിട്ടുള്ളത്. ഉത്തര മലബാറിന്റെ ടൂറിസം രംഗത്ത് തന്നെ മുതൽക്കൂട്ടാകുന്ന പദ്ധതിയാണിത്. ഇവിടെ സഞ്ചാരികളെ ആകർഷിക്കാൻ ഹൗസ് ബോട്ട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാനും പദ്ധതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.